നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ സൂപ്പർ 8 അവസാന മത്സരത്തിൽ നാളെ ഏറ്റുമുട്ടുകയാണ്. ഇതൊരു വെർച്വൽ നോക്കൗട്ട് പോലെയാണ്, ഒരു ക്വാർട്ടർ ഫൈനൽ പോലെയാണ്. വിജയിക്കുന്ന ടീമിന് സെമി ഫൈനലിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ത്യയെ നേരിടുന്നതിന് മുമ്പ് വെസ്റ്റ് ഇൻഡീസിൻ്റെ കോച്ച്, അവരുടെ മുൻ സൂപ്പർ താരമായിരുന്ന ഡാരൻ സാമി, ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയാണ്, ഇതൊരു ഡേവിഡ് ഗോലിയാത്ത് പോരാട്ടം പോലെയാണ്. ഇന്ത്യ എന്ന ഗോലിയാത്തിനോട് ഞങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ദാവീദാണ് ഗോലിയാത്തുമായിട്ടുള്ള പോരിൽ വിജയിച്ചത്, അത് മറക്കണ്ട. പിന്നെ എൻ്റെ പോരാളികൾ തയ്യാറാണ്, നാളത്തെ പോരാട്ടത്തിന് എൻ്റെ പോരാളികൾ തയ്യാറാണ്. അദ്ദേഹം പ്രസ് കോൺഫറൻസിൻ്റെ സമയത്ത് പറയുകയാണ്, ഇനി ഒരു 26 മണിക്കൂർ, അത് പ്രസ് കോൺഫറൻസിൻ്റെ സമയമാണ്, ഇനി ഒരു 26 മണിക്കൂർ കഴിഞ്ഞാൽ കൊൽക്കത്തയിൽ ബെല്ല് മുഴങ്ങും. പിന്നെ നൃത്തത്തിന് സമയമായി. ആനന്ദ നൃത്തം കളിക്കളത്തിൽ നടക്കും. വെസ്റ്റ് ഇൻഡീസ് ഏറ്റവും മനോഹരമായി നൃത്തം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി വളരെ ആലങ്കാരികമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, എനിക്കുറപ്പുണ്ട് ഒരു 80,000 പേരെങ്കിലും കളി കാണാൻ സ്റ്റേഡിയത്തിലുണ്ടാകും. ഒരു 1.4 ബില്യൺ ആളുകൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരവരുടെ വീടുകളിലും ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഡേവിഡും ഗോലിയാത്തും തമ്മിലുള്ളൊരു പോര് പോലെയാണ്. പക്ഷേ ഓർക്കുക, 2016 ഞങ്ങൾ ഇവിടെ നിന്നാണ് കിരീടം കൊണ്ടുപോയത്. ഡേവിഡാണ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ടെൽ മൈ ബോയ്സ് ടുമാറോ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് 2016 വേൾഡ് കപ്പ് കിരീടം ചൂടിയല്ലോ, ഹിസ്റ്ററിയുടെ ഒരു റിപ്പീറ്റേഷൻ ഉണ്ടാകുമോ, ചരിത്രം ആവർത്തിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ചരിത്രം ഒക്കെ ഒരു ഭാഗത്തുണ്ടാകും. ഇവിടെ ഇപ്പോൾ രണ്ട് ടീമുകൾ ടൂർണമെൻറ്റിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. പിന്നെ കഴിഞ്ഞ കളി കണ്ടില്ലേ, ഞങ്ങൾ 83-7 എന്ന നിലയിൽ നിന്ന് 170 അടുത്തേക്ക് എത്തിയത്. തീർച്ചയായിട്ടും അതൊരു വലിയ മെസ്സേജാണ്. എത്രത്തോളം ഡീപ്പായിട്ടാണ് ഞങ്ങളുടെ ബാറ്റിംഗ് നിരയുള്ളത് എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് ഇപ്പോൾ എതിർ ടീമുകൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്നുകൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ എന്നുള്ള ചോദ്യമൊക്കെ അദ്ദേഹത്തോട് വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ നിങ്ങളോട് പറയണോ എൻ്റെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെയാണെന്ന്? ഇല്ല, ഞാനിപ്പോൾ അത് പറയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, but I could tell you all my soldiers, they are ready for battle tomorrow when called upon. എൻ്റെ എല്ലാ പോരാളികളും ഒരു പോരാട്ടത്തിന് തയ്യാറാണ്, ടീമിൽ ഉൾപ്പെടുത്തിയാൽ പോരിന് തയ്യാറാണ് എല്ലാവരും എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ സ്വാമി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇനി 26 മണിക്കൂർ കഴിഞ്ഞാൽ കൊൽക്കത്തയിൽ ബെല്ല് മുഴങ്ങും. In just over 26 hours the bell will ring in here at Kolkata and dance will start. The dancing will happen on the cricket field and hopefully West Indies dance the best എന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയുടെ നേരെ ഓപ്പോസിറ്റും പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം നാളെ കളിക്കളത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.